നമസ്കാരം. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുകയാണ്. 7ാം തവണയാണ് നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇത്തവണത്തെ ബജറ്റിൽ ചില നിർണായകമായ പ്രഖ്യാപനങ്ങൾ ധനകാര്യമന്ത്രി നടത്തുകയുണ്ടായി. പ്രധാനമായും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള BJPയുടെ 9 കാര്യങ്ങളാണ് ബജറ്റ് ലക്ഷ്യമാക്കിയത്. കൃഷി, തൊഴിൽ, മാനവ വിഭവശേഷി വികസനം, സാമൂഹിക നീതി, ഉൽപാദനം, സേവനങ്ങൾ, അതുപോലെ തന്നെ നഗരവികസനം, അടിസ്ഥാന സൗകര്യം, ഗവേഷണ വികസനം എന്നിവയിലെ ഉൽപാദനക്ഷമതയും പ്രതിരോധശേഷിയും സർക്കാരിന്റെ 9 മുൻഗണനാ ലക്ഷ്യങ്ങളാണ്. ഈ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത്തവണത്തെ ബജറ്റ്. ആദ്യത്തെ 3 മുൻഗണനാ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ കാർഷിക ഗവേഷണത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിലും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഇനങ്ങൾ വികസിപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. അടുത്ത 2 വർഷത്തിനുള്ളിൽ രാജ്യത്തിലുടനീളമുള്ള 2 കോടി കർഷകരെ ഉൾപ്പെടുത്തിയുള്ള ജൈവ കൃഷിക്ക് തുടക്കമിടും. ഒപ്പം തന്നെ സർട്ടിഫിക്കേഷനും ബ്രാൻഡിംഗും ഇതിന് ഉറപ്പാക്കും. രണ്ടാമത്തെ മുൻഗണനാ ലിസ്റ്റിൽ പ്രധാനമായും പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ സ്കീം പ്രകാരം എല്ലാ ഫോർമൽ സെക്ടറിലും പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ആദ്യത്തെ 1 മാസത്തെ ശമ്പളം ഇൻസെന്റീവായി നൽകും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും രണ്ടാമത്തെ മുൻഗണനാ ലിസ്റ്റിൽ പറയുന്നുണ്ട്. രാജ്യത്തിന്റെ തൊഴിൽ മേഖലയിൽ നേരിട്ട പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞുകൊണ്ട് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് മോദി സർക്കാർ ശ്രമിക്കുകയാണ്. മൂന്നാമത്തെ മുൻഗണനയിൽ കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളാണ്. പ്രത്യേകിച്ച് അമൃത്സർ, കൊൽക്കത്ത ഇടനാഴിയിലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ 2600 കോടി രൂപ ചെലവിൽ ബക്സറിലെ ഗംഗയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കുകയും ചെയ്യും. ബീഹാറിൽ പുതിയ മെഡിക്കൽ കോളേജുകളും അതോടൊപ്പം തന്നെ കായിക അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതും മുൻഗണനയിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.